ശ്രീ ജെയ്ക്ക് തോമസ് ഇവിടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഞാനും പ്രതിപക്ഷ നേതാവ് പറയുന്നതും എല്ലാവരും കൂട്ടിക്കുഴച്ച് പറഞ്ഞു. എവിടെയാണ് ജെയ്ക്ക് നിങ്ങൾ ഇടതുപക്ഷമായിരുന്നത്? നിങ്ങളുടെ പേരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേര് വെച്ചുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷം എന്ന് നിങ്ങളെ തന്നെ വിളിച്ചു. വിമൽകുമാർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണെന്ന് പറയുന്ന പോലെ ഞങ്ങളെ തന്നെ ഇടതുപക്ഷം എന്ന് വിളിച്ചു. ആരായിരുന്നു ശരിക്കും ഇടതുപക്ഷം? ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇടത് നയങ്ങളിൽ ഊന്നിക്കൊണ്ട് നെഹ്റുവിയൻ സോഷ്യലിസം നടപ്പാക്കിയത് ഈ രാജ്യത്ത് കോൺഗ്രസ്സാ. നെഹ്റു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അറിയോ അങ്ങേക്ക് ജെയ്സി തോമസിന്? ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ചരിത്രവും ആ ഇടത് രാഷ്ട്രീയത്തിൽ ഊന്നി നിന്ന കോൺഗ്രസിന്റെയാണ്. വർഗീയതയ്ക്കെതിരെയുള്ള നിലപാടെടുത്തത് കോൺഗ്രസ് ആണ്. നിങ്ങൾ AKG VD സവർക്കറെ രാഷ്ട്രീയ എന്താ പറയുക നമ്മുടെ സേനാനിയായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ചർച്ചയിൽ നിന്ന് അത് കോൺഗ്രസ് അംഗീകരിക്കാതെ ഇറങ്ങിപ്പോകുന്ന ആളാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദേശീയപാത വികസനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ദേശീയപാത വികസനത്തിന് നാന്ദി കുറിക്കുന്നതിന് വേണ്ടി ഫെയർ കോമ്പൻസേഷൻ ആക്ട് പാസ്സാക്കിയ ലാൻഡ് റിഫോം ബില്ല് പാസ്സാക്കിയ നടപടിയാണ് ഇടതുപക്ഷം. മനസ്സിലായില്ലേ? ആ നയത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കിനാലൂർ ഉൾപ്പെടെ നടത്തിയ നിങ്ങളുടെ നയം അതാണ് വലതുപക്ഷം. ഞങ്ങൾ പറയുന്ന ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വികസിപ്പിച്ചതിന്റെ നയമാണ്. ആ നയത്തിന് എതിരായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പലയിടത്തും വിറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോക്കൂ, ഇവിടെ സ്കൂളുകളെ കുറിച്ച് പറഞ്ഞു. എന്താ ഹാഷ്മി സത്യം? ഈ അധ്യയന വർഷം 94,639 കുട്ടികളാണ് ജെയ്ക്ക് പൊതുമേഖലാ സ്കൂളിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം 84,000 അതിനു മുൻപ് 44,000 എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ മുഖമായിട്ട് പറയുകയാണല്ലേ. അവിടെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം അവന്റെ നിയമപരമായ അവകാശം ആക്കിയ നിയമമുണ്ടല്ലോ, അതാണ് ഇടതുപക്ഷം. ജയിക്ക് ഇടതുപക്ഷം എന്താണെന്ന് പഠിക്കണം. ആ ഇടതുപക്ഷ നയം എന്താണെന്ന് പഠിക്കണം. എന്നിട്ട് പിണറായി വിജയൻ നടപ്പാക്കുന്നത് എന്താണെന്ന് നോക്കണം. ജനങ്ങൾക്ക് അവരുടെ സ്വത്തിന് അവകാശവും അതിന് മാന്യമായ നഷ്ടപരിഹാരവും ലഭിക്കണമെന്ന് പറയുമ്പോൾ അതല്ല, പകരം ഉറങ്ങുന്നവന്റെ വീടിനകത്ത് കൊണ്ടുപോയി ഞാൻ മഞ്ഞ കുറ്റിയടിക്കും എന്ന് പറയുന്ന പിണറായി, ആ പിണറായിയാണ് വലതുപക്ഷം, തീവ്ര വലതുപക്ഷം. അതേസമയം അവർക്ക് അംഗീകരിക്കാവുന്ന കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് എടുത്ത തീരുമാനമാണ് ഇടതുപക്ഷം. അതാണ് ഇടതുപക്ഷവും ഇടതുപക്ഷ നയമെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതൊന്ന് ജയിക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞു. അങ്ങയുടെ പ്രഭാഷണത്തിന്റെ ആ കഥപ്പൊക്കൊന്ന് മാറിയെങ്കിൽ പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യത്തെ ന്യായീകരിച്ച ദേശാഭിമാനിയുടെ ലേഖനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. മനസ്സിലായില്ലേ? ആ ലേഖനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. തീവ്ര ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറി. എങ്ങനെയാ? 1985 EMS ഏക സിവിൽ കോഡിന് വേണ്ടി എടുത്ത നയം എത്രയോ നമ്മൾ ചർച്ച ചെയ്തതാ. ഹിന്ദുത്വ ആശയം പ്രചരിപ്പിച്ച പാർട്ടി നിങ്ങളുടെയാ. ഈ കേരളത്തിൽ നടപ്പാക്കുന്നത് വെച്ചതാണ് നിങ്ങളെയാ. ഇവിടുത്തെ ന്യൂനപക്ഷത്തെ ഏറ്റവും പ്രാകൃതരായിട്ടുള്ള മനുഷ്യരായിട്ട് ചിത്രീകരിച്ചത് നിങ്ങളാ. ലവ് ജിഹാദ് എന്ന് പറയുന്നത് വാക്ക് BJPക്ക് സമ്മാനിച്ചത് തീവ്ര വർഗീയവാദിയായ VS അച്യുതാനന്ദനാണ്. അദ്ദേഹമാണ് പറഞ്ഞത് 13 വർഷങ്ങൾക്ക് മുൻപ് ഈ സംസ്ഥാനത്ത് മുസ്ലിം യുവാക്കൾ ഹിന്ദു യുവതികളെ പ്രണയിച്ച് മതം മാറ്റുന്നു. 20 വർഷത്തിനുള്ളിൽ കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കാൻ ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞത് വർഗീയവാദിയായ VS കേരളത്തിന്റെ മുതിർന്ന നേതാവാണ്, ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കുന്ന നേതാവാണ്. ഹാഷ്മി ഞാൻ വിളിക്കും. BJPക്ക് ഞാൻ പറഞ്ഞു VS അച്യുതാനന്ദൻ ലവ് ജിഹാദ് കേരളം ഒരു മുസ്ലിം രാഷ്ട്രമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? SPPയെ സംബന്ധിച്ചല്ല പറഞ്ഞത്. ഇങ്ങനെ പച്ചക്കള്ളവും പമ്പരവിഡ്ഢിത്തവും പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ കാണിക്കുന്ന ഒരു മര്യാദകളുണ്ടല്ലോ, അതിനൊന്നും മാധ്യമപ്രവർത്തനം വിളിക്കാൻ പറ്റില്ല. ജയിക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല, ആര് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെടണമെന്ന് വിചാരിച്ചിരുന്ന പറഞ്ഞു പൂർത്തിയാക്കും. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിന്റെ തലമുതിർന്ന നേതാവിനെ തീവ്ര വർഗീയവാദി എന്നൊന്നും വിളിക്കല്ലേ? കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ വിളിക്കും. കാരണം BJPക്ക് ആയുധം കൊടുത്തവരാണിവർ. അവിടെ വെച്ച് തീർന്നു ഹാഷ്മി. കഴിഞ്ഞ സംസ്ഥാനത്ത് നടത്തിയിട്ടില്ല. അത് ആങ്കർക്ക് അറിയില്ലേ? പ്രൊഫഷണൽ കോളേജുകളിൽ നടത്തിയിട്ടില്ല. കേരളത്തിൽ SDPI മതരാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് സ്റ്റേറ്റ്മെന്റ്.
അത് ആങ്കർക്ക് അറിയില്ലേ? അതോ അങ്ങയുടെ അറിവില്ലായ്മയാണോ? അതോ അങ്ങ് അത്ര നിഷ്കളങ്കനാണോ? രാജീവ് നായർ, താങ്കളുടെ വാചകങ്ങൾ താങ്കൾക്കാണ് അതിന്റെ ബാധ്യത. ഇപ്പൊ ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന സിനിമയിലടക്കം VS അച്യുതാനന്ദന്റെ ഈ പറയുന്ന കോട്ട് വളരെ വളരെ കാര്യക്ഷമമായി എടുത്തു കൊടുത്തിട്ടുണ്ടോ ആ സിനിമയ്ക്കകത്ത്? നമുക്ക് അതിലേക്ക് അവസാന ഘട്ടമായതുകൊണ്ട് അതിലേക്ക് ചർച്ച പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ